നെടുനാളത്തെ ദേശീയ പാരതന്ത്ര്യം നമ്മുടെ ഹൃദയ മനസ്സുകളെ ഒട്ടൊന്നുമല്ല സങ്കോചിപ്പിച്ചത്. ഒരു കാലത്ത് നിശ്ചലമായൊരു ജലാശയം പോലെ ആയിരുന്നു നമ്മുടെ സാമൂഹ്യ ജീവിതം. ഇന്ന് സ്ഥിതിയാകെ മാറിയിരിക്കുന്നു. പരിവർത്തനങ്ങൾ പ്രചണ്ഡ വേഗത്തിൽ സംഭവിക്കുന്നു. സാഹിത്യവും സംഗീതവും നൃത്തവും ചിത്രരചനയും ശില്പ നിർമ്മിതിയുമെല്ലാം നമ്മുടെ ആത്മാനന്ദത്തിന്റെ ബഹിർ പ്രകടനങ്ങളാണ്. കല ആത്മാവിനോട് അടുത്തു നിൽക്കുന്നു. അതുകൊണ്ടാണ് കലയിൽ നിന്നും കിട്ടുന്ന ആനന്ദം ബ്രഹ്മാനന്ദ സഹോദരമെന്ന് പറയുന്നത്. കലയിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ബ്രഹ്മാനന്ദ സഹോദരമെന്ന് പറയുന്നു. ഋഷിയായ ത്യാഗരാജൻ രചിച്ച സംഗീതകൃതികൾ അനശ്വരമാണ്. കാരണം അവ ആത്മാവിൽ നിന്ന് നിർഗളിച്ചതാണ്. നിർവൃതിയുടെ നാദതരംഗങ്ങളാണ്. അവയുടെ ഇനിമയും മധുരിമയും ഹൃദയഹാരിയാണ്. ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്, ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ആർട്ട് ഗാലറി എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ ഈഗോ, ഇറ്റ് ഡിസ്ട്രോയ്സ് ഈഗോ ആൻഡ് ഫോസ്റ്റേഴ്സ് ഹാർമണി എന്നാണ്. വളരെ അർത്ഥവത്തായ, ഇന്നിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു അഹംഭാവം വേണം. പക്ഷെ അത് അഹങ്കാരത്തിലേക്ക് പോകരുത്. അഹം വേണം, ഞാനെന്ന ഭാവം വേണം. പക്ഷെ അത് അഹങ്കാരത്തിലേക്ക് പോകുന്നത് തെറ്റാണ്. മിസ്റ്റർ ജോർജ് സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചെറുതല്ല. ഇനി ചെറുതാണെങ്കിലും അത് ചേതോഹരമാണ്. ഇത് അദ്ദേഹം ഈ വിശദീകരിച്ചപ്പോൾ നമുക്ക് സമയം പോയി എന്നൊരു ചിന്ത നമ്മുടെ മനസ്സില്. പക്ഷെ അദ്ദേഹത്തെ ചെയ്ത പ്രവൃത്തിയോട് 25% പോലും അദ്ദേഹം നിങ്ങളോട് പറഞ്ഞില്ല. ഈ സമൂഹത്തിൽ അവനു വേണ്ടി ചെയ്യുന്ന പ്ലിയോനെക്സിയ എന്ന് പറയുന്ന ഒരു മാരക രോഗം അദ്ദേഹത്തിനില്ല, ഞങ്ങൾക്ക് ആർക്കുമില്ല. എന്നാൽ പലർക്കും ഉണ്ട്. സമൂഹത്തിന് വേണ്ടി ഒന്നും വേണ്ട. എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ബന്ധുക്കൾക്ക്. ഞങ്ങളാരും അങ്ങനെ പ്രവർത്തിച്ചില്ല. കഴിഞ്ഞ 40-45 വർഷമായിട്ട് SRM റോഡിലും എറണാകുളം നഗരത്തിലും അഹോരാത്രം സാമൂഹ്യ സേവനം നടത്തുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കാർക്കും അവാർഡോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോട്ടോയോ ഒന്നും വേണ്ട. ജനങ്ങൾക്ക് വേണ്ടി കേസെങ്കിൽ കേസ് അങ്ങനെ നടത്തുന്ന മിസ്റ്റർ എം. എൽ. ജോർജ് ഒരു ആർട്ട് ഗാലറി എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയത്തിന്റെ, ഒരു വലിയ ചിന്താമണ്ഡലത്തിന്റെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യ മനസ്സിൽ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു ആർട്ട് ഫോം. ധാരാളം കാര്യങ്ങള്, ദൃശ്യമാധ്യമം, ശില്പ ചിത്രങ്ങള്. ഒരു കാര്യം മാത്രം നമുക്ക് പറയാം. ഈ മനുഷ്യൻ, ഈ സമൂഹം, ഇപ്പൊ കലാധരൻ സാറ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 1906 രാജാ രവിവർമ്മ മരിക്കുന്നത്. നന്ദികേടിന്റെ പര്യായം 1955 അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം, അതും ദേശായി എന്ന് പറയുന്ന മഹാരാഷ്ട്രക്കാരൻ എഴുതുന്നത്. രാജാ രവിവർമ്മ ആരാണ്? നിങ്ങളൊന്നാലും ആരാണത് അദ്ദേഹം? സാറിനത് 1906 മരിച്ച വ്യക്തി ഈയുടെ ജീവചരിത്രം എഴുതുന്നത് 1955. അതിന്റെ പരിഭാഷ പിന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സാംസ്കാരിക സാമൂഹ്യ ആർട്ടിന്റെ ഒക്കെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മിസ്റ്റർ എം. എൽ. ജോർജ്, ഈ ഭവനം ഇനിയും സമൂഹത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ആ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ വാനോളം നമ്മൾ പുകഴ്ത്തുന്നു. ദീർഘനാൾ ഇവിടെ ജീവിക്കണം. അദ്ദേഹം പറയും വേണ്ട യാത്ര. പക്ഷെ അത് ഇന്നത്തെ ദിനം വളരെയേറെ ഭംഗിയായി JB കോശി സാറ് അത് ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ സാമ്പത്തിക വിദഗ്ധൻ
അത് എൻ്റെ അധ്യക്ഷതയിൽ കൂടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളാണ്. ഓരോരുത്തരുടെയും പേര് എനിക്കറിയാം, പക്ഷെ അത് ഞാൻ പറഞ്ഞ സമയം കളയുന്നു. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ ഉദ്യമത്തിന് ആശംസ നേരുന്നു. ഈ ആർട്ട് മനുഷ്യ മനസ്സിലേക്ക് കടന്നു ചെന്ന് ഒരു നവീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next, I welcome Sri V.C.